ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യയിലെ ഫസ്റ്റ് ഡിവിഷൻ ലീഗാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ്. എന്നാൽ ഇത്തവണ ISL ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ISL നടക്കുമോ എന്നുള്ളത് ഇപ്പോഴും ഉറപ്പ് പറയാനാവാത്ത ഒരു സ്ഥിതിഗതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഫെബ്രുവരി വരെ എന്തായാലും ISL നടക്കില്ല എന്ന കാര്യം പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ ഇന്നലെ പറയുകയും ചെയ്തിരുന്നു. കാരണം പുരോഗതികൾ ഒന്നും തന്നെ ഈ ലീഗിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല. ഇന്ത്യയിൽ വലിയ രൂപത്തിൽ ഇത് ചർച്ചയാകുന്നുണ്ട്. ഇപ്പോൾ ഇന്റർനാഷണൽ തലത്തിലും ഇത് ചർച്ചയാവുകയാണ്. സ്പാനിഷ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെയിനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് ഡയാരിയോ AS. അവരിപ്പോൾ ഇക്കാര്യം വാർത്തയാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ISLൽ ഒരുപാട് സ്പാനിഷ് താരങ്ങൾ കളിക്കുന്നുണ്ട്, ഒരുപാട് സ്പാനിഷ് പരിശീലകർ ഉണ്ട്. അവരുടെ പ്രതികരണങ്ങൾ എടുത്തുകൊണ്ടാണ് സ്പെയിനിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒഡീഷ FCയുടെ ക്യാപ്റ്റനായ കാർലോസ് ഡെൽഗാഡോയുടെ ഒരു പ്രതികരണം അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാറ്റില സ്പാനിഷ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണവും അവരിപ്പോൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ ഫുട്ബോൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഇപ്പോൾ സ്പെയിനിലെ മാധ്യമങ്ങൾ വരെ വാർത്തയാക്കി എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ആഗോളതലത്തിൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ അറിയപ്പെടുകയാണ്. ഡേവിഡ് കാറ്റില ഡയാരിയോ ASന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: വലിയ പ്രതീക്ഷകളോട് കൂടിയായിരുന്നു ഞങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വലിയ ക്ലബ്ബാണ്, വലിയ ഒരു ആരാധക കൂട്ടം അവർക്കുണ്ട്, നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസമായി ഞങ്ങൾ അൺസർട്ടനിറ്റിയുടെ നടുവിലൂടെയാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഇതാണ് ഡേവിഡ് കാറ്റില പറഞ്ഞിട്ടുള്ളത്. കൂടാതെ കാർലോസ് ഡെൽഗാഡോ പറഞ്ഞ കാര്യങ്ങളും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെർജിയോ ലൊബേറയെ പോലെയുള്ള ഒരുപാട് സ്പെയിനിൽ നിന്നുള്ള വ്യക്തികൾ ഇന്ത്യൻ ഫുട്ബോളിനെ ആശ്രയിച്ചുകൊണ്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. അവരുടെ എല്ലാം ജീവിത മാർഗമാണ് വഴിമുട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്പെയിനിലെ മാധ്യമങ്ങൾ ഇതിന് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.